തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശിനിയും 31-കാരിയുമായിരുന്ന യുവതിയുടെ വിരലുകൾ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ മുറിച്ചു നീക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം DMO ഓഫീസിലെത്തി DMOയെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, ഈ 31 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അനധികൃതമായി ആ ശസ്ത്രക്രിയ ചെയ്ത ആശുപത്രിക്ക്, സ്വകാര്യ കോസ്മെറ്റിക് ക്ലിനിക്കിന് DMO ലൈസൻസ് നൽകി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ എത്തി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് ഈ 31-കാരി തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ കോസ്മെറ്റിക് ക്ലിനിക്കിലെത്തി കൊഴുപ്പ് നീക്കുന്ന ശസ്ത്രക്രിയ ചെയ്തത്. പക്ഷേ ഈ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ 22-ാം തീയതി ശസ്ത്രക്രിയ ചെയ്യുന്നു, 23-ാം തീയതി തന്നെ ഇവരെ വീട്ടിലേക്ക് മടക്കി അയക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഒരു മുറിവ് പോലും ഉടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരെ വീട്ടിലേക്ക് അയച്ചു. പിന്നീട് ഹൃദയാഘാതവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ട് ഇവരെ 24-ാം തീയതി ഇതേ ആശുപത്രി അധികൃതർ തന്നെ തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. 22 ദിവസത്തോളം ഈ 31-കാരി അവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ICUവിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുൻപാണ് ഈ 31-കാരിയുടെ 9 വിരലുകൾ മുറിച്ചു നീക്കിയത്. കാലിലെ 5ഉം അതുപോലെ തന്നെ കയ്യിലെ 4 വിരലുകളാണ് മുറിച്ചു നീക്കിയത്. ഈ ആശുപത്രി ഈ കോസ്മെറ്റിക് ക്ലിനിക്കിനുണ്ടായ ചികിത്സാ പിഴവാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു യുവതിയുടെ ജീവൻ തന്നെ എടുത്തേക്കാവുന്ന തരത്തിലുള്ള വലിയ അനാസ്ഥയ്ക്ക് കാരണമായത് എന്നാണ് ആരോപണം. 31-കാരിയുടെ പിതാവ് ഈ കോസ്മെറ്റിക് ക്ലിനിക്കിന് ലൈസൻസ് ഇല്ല എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടെ ഒരു 2 ദിവസം മുൻപാണ് DMO ഈ ക്ലിനിക്കിന് ലൈസൻസ് നൽകിയത്. ഇത് DMOയുടെ അനാസ്ഥയാണ്. അത് മാത്രമല്ല ഒരു ഒത്താശ ഇതിലുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഈ ലൈസൻസ് റദ്ദാക്കണം, കൂടുതൽ കാര്യക്ഷമമായി അന്വേഷണം നടത്തി ആശുപത്രിക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധം. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.